ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ടി വിയുടെ ഏരിയ, അതുപോലെ തന്നെ ടി വി സെറ്റപ്പ് ചെയ്യാനുള്ള ഏരിയകൾ, അതുപോലെ തന്നെ മറ്റു വരുന്ന സി ടൈപ്പ് വരുന്ന രീതിയിൽ കബോർഡ്സ്, നമ്മുടെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഏരിയയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്നാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഏരിയയാണ്. സ്റ്റെയർ കയറി വരുന്നതിന് ശേഷം നമ്മൾ ശരിക്കും ഒരു ചെറിയൊരു ഓപ്പൺ ഏരിയ പോലെയുണ്ട്. അത് ചെറിയൊരു ലിവിങ് സെറ്റപ്പ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ശേഷം അതിന് ശേഷം റൂമുകളിലേക്ക് കിടക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ടി വിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് പ്ലഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് മെയിനായിട്ട് വരുന്ന മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹാളിൽ നിന്നും, അതായത് നമ്മുടെ ലിവിങ് ഏരിയ ഹാളിൽ നിന്നും നമുക്ക് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ, അധികം ലെങ്ത്ത് വരാത്ത രീതിയിൽ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെയാണ് 18 മോഡുകളാണ് സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടി വിയുടെ സെക്ഷനിലേക്ക് വേണ്ടി DP സ്വിച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലഗും കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ കൺട്രോളിങ് വരുന്നതും ആ 18 വരുന്നത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 12 മോഡുകൾ, പിന്നെ അതുപോലെ ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഈ സോഫ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് സ്വിച്ച് ബോർഡ് കിട്ടുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ പ്ലഗ് 3 മോഡുകളുടെ ഒരു സ്വിച്ച് ബോർഡ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പുറത്തേക്ക് ഒരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ നമ്മളൊരു 12 മോഡുകളുടെ, അതായത് പുറത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന 12 മോഡുകളുടെ ഒരു സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ മെയിനായിട്ട് ഈ ഹാളിൽ കൊടുത്തിരിക്കുന്ന ഒരു 12 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 18 മോഡുകളുടെ സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത്രയും സ്വിച്ച് ബോർഡിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. പുറത്തെ ലൈറ്റ്സുകൾ, അതായത് ഫ്രണ്ടിലെ ലൈറ്റ്സുകളെല്ലാം, പുറമേ വരുന്ന ലൈറ്റ്സുകൾ, അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ്സുകൾ, ടി വിയുടെ സെക്ഷൻ, അങ്ങനെ എല്ലാ സെക്ഷനോടെയും, പിന്നെ അതുപോലെ തന്നെ 2 ഫാനുകൾ, അതിൻ്റെ റെഗുലേറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും സ്വിച്ച് ബോർഡുകൾ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഭാവിയിൽ നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ചുകൾ പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഏരിയയിൽ വരുന്നത് തൊട്ടപ്പുറത്ത് നമ്മൾ ഭാവിയിൽ ഒരു റൂം എടുക്കുന്ന സിസ്റ്റം ചെയ്തിട്ടുണ്ടാവും. ആ റൂം എടുക്കുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു ഏരിയയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പുറത്തേക്ക്, അതിൻ്റെ അകത്തേക്ക് കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇതിപ്പോൾ ശരിക്കും ഓൾറെഡി ഓപ്പൺ ടെറസ് സിസ്റ്റമാണ്. ആ പുറത്തേക്ക് കിടക്കുന്ന രീതിയിൽ ഒരു സ്വിച്ച് ബോർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന പർഹോള സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയ, അവിടെ എല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ഫുഡ് ലാമ്പ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുറത്തെ സ്വിച്ചുകൾ, അതായത് ഈ വാതിലിനോട് ചേർന്ന് വരുന്ന, ഡോറിനോട് ചേർന്ന് വരുന്ന സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ പുറത്തെ ലൈറ്റ്സുകൾ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വിച്ച് ബോർഡുകളും, നമ്മൾ മെയിനായിട്ട് സ്വിച്ച് ബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്ന ഹൈറ്റ്സ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ പ്ലഗുകൾ മാത്രം, അതായത് നമ്മുടെ സോഫയുടെ ഏരിയയിൽ വരുന്ന പ്ലഗുകൾ മാത്രമാണ് 110 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.